ഒരു പെൺകുട്ടി ഒരു പുതിയ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ അവൾക്കുണ്ടാവുന്ന ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇഷ്യൂസ് ഉണ്ട്. നമ്മൾ പലപ്പോഴും നാടൻ ഭാഷയെ പറയാണ്ട് ചക്കക്കെറിഞ്ഞ് മാങ്ങ കൊണ്ട് വീണോക്കുമ്പോൾ കുമ്പളങ്ങിയായി പോകും. ആ പാട്ടിങ്ങനെയാണ്, വെണ്ണുര വന്നു തലോടുമ്പോൾ തടശ്ശില അലിയുകയായിരുന്നു. ആ വരി വളരെ ഗൗരവമായിട്ടൊന്ന് മാതാപിതാക്കളുടെ ഏറ്റവും വലിയ സ്വപ്നമാണ് മക്കൾ കല്യാണം കഴിക്കുക എന്ന്. പുതിയ കാലത്തെ കല്യാണങ്ങൾ പഴയ കാലത്തെ കല്യാണം പോലെയൊന്നല്ലല്ലോ. പുതിയ കാലത്തെ കല്യാണങ്ങൾ ഇപ്പോഴോ എല്ലാവർക്കും അറിയാം, ഓഡിറ്റോറിയത്തിലാണ്. ഒരുപാട് പഴയ ആചാരങ്ങളൊക്കെ തന്നെ പുതിയ ആചാരങ്ങളാക്കി തിരിച്ചു കൊണ്ടുവരുന്നു. പക്ഷേ കല്യാണത്തിന്റെ ആ ആവേശം കഴിഞ്ഞ നാളുകളിൽ പിന്നീട് ഒരു 6-7 മാസം കഴിയുമ്പോഴത്തേക്കും ആ മുഖങ്ങളിലെ പ്രസന്നതയും സന്തോഷവും ഒക്കെ തന്നെ അകന്നു പോകുന്നതിന്റെ ഒരുപാട് കഥ നിങ്ങളുടെ കുടുംബത്തിലും നമ്മുടെ പരിസരങ്ങളിലും ഒക്കെ തന്നെ അറിവുള്ളതാണല്ലോ. എന്താണ് ഇതിന്റെ കാരണം? വളരെ ഗൗരവമായി ആലോചിക്കേണ്ട ഒരു കാര്യമല്ലേ. ഇതിന് ശാസ്ത്രീയമായി പഠിച്ചാൽ നമുക്ക് ചില കാര്യങ്ങൾ ബോധ്യപ്പെടും. ഒന്ന്, 25 അല്ലെങ്കിൽ 30 വയസ്സോളം ഒരു ആൺകുട്ടിയെ പോറ്റി വളർത്തിയ മാതാവും പിതാവും അവന്റെ വിദ്യ അഭ്യസിപ്പിച്ച അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കുറെ പെരുമാറ്റത്തിലെ ആദരവും സ്നേഹവും വാത്സല്യമൊക്കെ ഉണ്ട്. അതൊരു പുതിയ പെണ്ണ് വരുമ്പോഴേക്കും ഇല്ലാതായി പോകുന്നതായ ഒരു തെറ്റായ ധാരണ ഈ മാതാപിതാക്കളിൽ ഉടലെടുക്കുക സ്വാഭാവികമാണ്. ഈ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഈ ഹണിമൂൺ പീരീഡ് അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ഹാപ്പിനെസ് മൊമെന്റ് സത്യത്തിൽ കുടുംബത്തിൽ എല്ലാവർക്കും ഹാപ്പിനെസ് ഉണ്ടാവേണ്ട തരത്തിലായി മാറുന്നില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു വസ്തുത. മറ്റൊന്ന്, മറ്റൊരു വീട്ടിൽ 10ഉം 25ഉം അല്ലെങ്കിൽ 26ഉം വർഷക്കാലം ഒരു മാതാവിന്റെ പിതാവിന്റെ മകളായി വ്യത്യസ്തമായ ഒരു കുടുംബ പശ്ചാത്തലത്തിൽ ഒരു പ്രദേശത്ത് ഒരു സംസ്കാര പാരമ്പര്യത്തിലൊക്കെ തന്നെ വളർന്നു വന്ന വായിച്ചു വന്ന ജീവിതാനുഭവങ്ങളുള്ള ഒരു പെൺകുട്ടി ഒരു പുതിയ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ അവൾക്കുണ്ടാവുന്ന ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇഷ്യൂസ് ഉണ്ട്. ഈ അഡ്ജസ്റ്റ്മെന്റ് ഇഷ്യൂസ് ഒരു ഭാഗത്ത്, മറുഭാഗത്ത് വരന്റെ മാതാപിതാക്കളുടെ പ്രതീക്ഷകൾ ഒരു ഭാഗത്ത്. ഇത് രണ്ടും ചേർന്ന് അലൈൻ ചെയ്ത് പോവാത്ത സംഘർഷഘട്ടങ്ങൾ എന്നോ അല്ലെങ്കിൽ പരസ്പരം ഏകതാനതയിൽ എത്താത്ത ചില നിമിഷങ്ങളെന്നോ നമുക്ക് വായിച്ചെടുക്കാവുന്ന സന്ദർഭങ്ങളിലാണ് പലപ്പോഴും കുടുംബങ്ങളിൽ തെറ്റായ ധാരണകൾ പുതിയ ദമ്പതികളെ കുറിച്ചുണ്ടാവുന്നതും ദമ്പതികൾ മാതാപിതാക്കൾക്ക് ചെറിയ ചെറിയ തലവേദനകൾ ഉണ്ടാക്കി തുടങ്ങുന്നതും പിന്നീട് അത് വലിയ തലവേദനകളായി, അത് ഒരുപക്ഷെ അകൽച്ചയായി, പിന്നീട് അത് വേറിട്ട ജീവിതമായി, ചിലപ്പോൾ അത് കുടുംബ ബന്ധങ്ങൾ അകലുന്നതിൽ പോലും അത് കലാശിക്കുന്നതും വിവാഹമോചനത്തിൽ എത്തിച്ചേരുന്നതൊക്കെയാണ്. ഇവിടെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, മുതിർന്നവരെന്നുള്ള നിലയിൽ നമ്മൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ഒരു ആൺകുട്ടി വിവാഹം കഴിച്ച് തന്റെ പ്രിയതമയെ വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ അവൻ ഇടപെടുന്നത് 2 സ്ത്രീകളോടാണ്. ഒന്ന് അവന്റെ മാതാവിനോടും മറ്റൊന്ന് അവന്റെ പ്രിയതമയോടും. പ്രിയതമ എന്നുള്ളത് പുതുതായി വന്ന ഒരു പെണ്ണാണ്, ഒരു സ്ത്രീയാണ്. അവളുടെ മനസ്സിനെ സ്വാധീനിക്കുന്ന തരത്തിൽ അവളുടെ ഇംഗിതങ്ങൾക്ക് അനുസരിച്ച് തന്റെ ജീവിതത്തിന്റെ ക്രമങ്ങളെ തയ്യാറാക്കുന്നതിലും അവളുടെ സ്നേഹം പിടിച്ചെടുക്കുന്നതിലുമൊക്കെ തന്നെ ഭർത്താവ് കുറച്ചുകൂടി ശ്രദ്ധ കൊടുത്തേക്കും. അവിടെ കൊടുക്കാനുള്ള കാരണം എന്താണെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്ത് തുടങ്ങി വരുന്നതിന് ഘട്ടമാണത്. എന്നാൽ ഇപ്പുറത്ത് മാതാവാണ്, ഉമ്മയാണ് അല്ലെങ്കിൽ അമ്മയാണ്. അവരോട് തനിക്ക് എങ്ങനെയായാലും അവരെനിക്ക് പുറത്തു തരും, അവർക്ക് എന്നെ മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ട് ഒരുപക്ഷെ ഉമ്മയുടെയും അല്ലെങ്കിൽ മാതാവിൻ്റെയും ഭാര്യയുടെയും ഒരു വിഷയം വരുമ്പോൾ ഈ ചെറുപ്പക്കാരൻ ഒരുപക്ഷെ ഭാഗം ചേരുക ഭാര്യയുടെ കൂടെ ആയിരിക്കും. അത് അവൻ കരുതിക്കൂട്ടി അമ്മയെ ഇകഴ്ത്താനോ തളർത്താനോ വേണ്ടി അല്ല അത് ചെയ്യുന്നത്. മറിച്ച് ഒരു പുതിയ പെണ്ണ് അസ്വസ്ഥയും അതുപോലെ തന്നെ അശരണയും അല്ലെങ്കിൽ ആ അർത്ഥത്തിൽ അനിശ്ചിതത്വമുള്ളവളുമായ ഒരു പെണ്ണിന് സ്വാഭാവികമായ വൈകാരികമായ ഒരു കൂട്ടുകൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഭർത്താവായി വന്നിട്ടുള്ള അല്ലെങ്കിൽ ഭർത്താവായി ദൗത്യം നിർവഹിക്കുന്ന ചങ്ങാതി പെണ്ണിനോട് കൂടുതൽ അടുപ്പം കാണിച്ച് അവളുടെ വിചാരങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ ഇപ്പുറത്ത് മാതാവ് ആലോചിക്കുക എന്താണ്, ഈ ചെക്കൻ ഇതുവരെ എന്നോട് കൂടുതൽ സ്നേഹത്തോടെ വാത്സല്യത്തോടെ വിഷയങ്ങളിലൊക്കെ തന്നെ അനുരഞ്ജനത്തോടെ സംസാരിച്ച എൻ്റെ മകൻ ഈ നാളുകളിൽ എന്താണ് ഇങ്ങനെ മാറിപ്പോകുന്നത്, എന്താണ് ഇങ്ങനെ അവൻ എനിക്ക് വിപരീതമായും അല്ലെങ്കിൽ എൻ്റെ ആശയങ്ങൾക്കും അഭീഷ്ടങ്ങൾക്കും വിരുദ്ധമായി ഇവനൊരു പെരുമാറ്റം വരുന്നത് എന്നാണ് അമ്മ ശങ്കിക്കുക. ഈ അമ്മ ഒരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ അമ്മ സ്വാഭാവികമായി അച്ഛനോട് പറയും അല്ലെങ്കിൽ ബാപ്പയോട് പറയും. ബാപ്പ അതിൻ്റെ അസ്വസ്ഥതകൾ പേര് ബാപ്പയും നടക്കും. ഇവിടെ പുതിയ ഭാര്യയും ഭർത്താവും ആണെങ്കിൽ അപ്പുറത്ത് പഴയ ഭാര്യയും ഭർത്താവും
വിവാഹമാണ്. സമ്മിശ്ര വികാരങ്ങളും സമ്മിശ്ര വിചാരങ്ങളുമാണ് രണ്ടുപേർക്കെങ്കിലും സമാനമായ വാങ്ങൽ കൊടുക്കൽ രീതികളാണ്. ഇവിടെ മകൻ പുതിയ പെണ്ണിനോട് പെരുമാറുന്ന അതേ ശൈലിയിൽ ഇവിടെ പഴയ പെണ്ണ് പഴയ ഭർത്താവിനോട് പെരുമാറും. സ്വാഭാവികമായും അസ്വസ്ഥതകൾ ജനിക്കാൻ ഇത് ഇടയാക്കുന്നു. ഇവിടെ എന്താണ് ഏറ്റവും നല്ല വഴി? ഏറ്റവും നല്ല വഴി പരസ്പരം തിരിച്ചറിവുണ്ടാവുകയാണ്. എൻ്റെ മകൻ ഒരു വിവാഹം കഴിച്ച് ഒരു പെൺകുട്ടിയെ വ്യത്യസ്ത പശ്ചാത്തലത്തിലുള്ള സാംസ്കാരിക പാരമ്പര്യത്തിലുള്ള പ്രാദേശിക സ്വഭാവത്തിലുള്ള പല വ്യക്തിപരമായ ഇംഗിതങ്ങളുമുള്ള ഒരു പെൺകുട്ടിയെ എൻ്റെ വീട്ടിലേക്ക് അല്ലെങ്കിൽ അവൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അവന് അവളുമായി ബന്ധം ഊട്ടി ഉറപ്പിക്കാനും അവർക്കിടയിലുള്ള പ്രണയവും അവർക്കിടയിലുള്ള ആർദ്രതയും സൗമ്യതയും പരസ്പര വിശ്വാസവും വർദ്ധിപ്പിക്കാൻ ആവശ്യമായ തയ്യാറെടുപ്പിനിടയിൽ ഒരു കാരണവശാലും എന്നോട് എൻ്റെ മകൻ കാണിക്കേണ്ട കാര്യത്തിൽ പിടിവാശി പിടിക്കുകയല്ല വേണ്ടത്. മറിച്ച് എൻ്റെ മകന് അവൻ്റെ ജീവിതത്തെ കെട്ടിപ്പടുക്കാൻ ആവശ്യമായ തറയിട്ട് കൊടുക്കാൻ, ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കാൻ ഞങ്ങൾ അതിനെ വേണ്ട രീതിയിൽ അനുകമ്പാപൂർവ്വം പരിഗണിക്കുകയാണ് വേണ്ടതെന്ന് രക്ഷിതാക്കൾ മനസ്സിലാക്കണം. ഇത് മാതാവും പിതാവും മനസ്സിലാക്കുന്നതോടുകൂടി തന്നെ മകന്റെ സ്വാഭാവികമായ ആദ്യഘട്ടത്തിലുള്ള ഈ ആത്മസംഘർഷങ്ങളെ ലഘൂകരിക്കാൻ അവർക്ക് കഴിഞ്ഞേക്കും. എന്നാൽ മകൻ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. മകൻ ഒരു ഭാഗത്ത് താൻ കല്യാണം കഴിച്ചു കൊണ്ടുവന്നിരിക്കുന്ന പെണ്ണിനെ തൻ്റേതാക്കി മാറ്റാൻ സ്നേഹവും പരിലാളനയും അനുകമ്പയും അതുപോലെ തന്നെ വിശ്വാസ്യതയും ഒക്കെ തന്നെ നൽകുന്നതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. തനിക്ക് ഇത്രനാളും ഇത്തരത്തിലുള്ള സ്നേഹവും പരിലാളനയും അനുകമ്പയും അംഗീകാരവും സാമ്പത്തികമായും അല്ലാതെയും ഒക്കെ തന്നെ ചെയ്തു തന്ന മാതാപിതാക്കളുടെ വികാരത്തെ ഹനിച്ചുകൊണ്ടാവരുത് തൻ്റെ പുതിയ പെണ്ണിനെ അവൻ സ്വീകരിക്കുന്നത് വളർത്തുന്നു. ഈ ഒരു തിരിച്ചറിവ് പുതുവരനുണ്ടാവണം. നമ്മളെല്ലാവരും അമരം എന്ന് പറയുന്ന സിനിമയിലെ ഒരു പാട്ട് കേട്ടതായിട്ട് ഓർക്കുന്നുണ്ട്. ആ പാട്ടിങ്ങനെയാണ്: വെണ്ണുര വന്നു തലോടുമ്പോൾ തടശ്ശില അലിയുകയായിരുന്നോ. ആ വരി വളരെ ഗൗരവമായിട്ടൊന്ന് ആലോചിക്കുമ്പോൾ, ഒരു പുതിയ ആൾ ജീവിതത്തിലേക്ക് വരുമ്പോൾ അതുവരെ എന്നും താങ്ങി നിർത്തിയിരുന്ന അമ്മ ഇല്ലാതായി പോവുകയാണോ, അമ്മയെക്കുറിച്ചുള്ള ചിന്ത ഇല്ലാതായി പോവുകയാണോ, അല്ലെങ്കിൽ അച്ഛനെക്കുറിച്ചുള്ള ചിന്ത ഇല്ലാതായി പോവുകയാണോ എന്നുള്ള ഒരു വിലാപത്തിന്റെ സ്വരം ആ പാട്ടിൽ വായിച്ചെടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞേക്കും. എനിക്കും കഴിഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും നമ്മൾ ഇത്തരത്തിൽ ഇളം തലമുറയും പഴയ തലമുറയും തമ്മിൽ ചേർന്ന് പോവാൻ ആവശ്യമായ തരത്തിലുള്ള പരസ്പര തിരിച്ചറിവും ആദരവുമാണ് ദാമ്പത്യ ബന്ധങ്ങളെ ഏറ്റവും നന്നായി കൊണ്ടു നടക്കാനുള്ള ഒരു ഏറ്റവും നല്ല അന്തരീക്ഷമൊരുക്കാൻ ആവശ്യമായ ഘടകം. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? അഥവാ മാതാവോ പിതാവോ പിടിവാശി പിടിച്ച് തങ്ങൾ വരച്ച വരയിലേക്ക്, തങ്ങൾ പിടിച്ച ആ ഒരു വട്ടത്തിലേക്ക് കുട്ടികൾ വരണമെന്ന് വാശി പിടിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും ഉറപ്പിച്ചോളൂ, കുട്ടികൾ പഴയ തരത്തിലല്ലോ. 1-2 കുട്ടികൾ മാത്രമേ ഒരു വീട്ടിലുള്ളൂ. അപ്പോൾ സ്വാഭാവികമായും അവരുടെ സുരക്ഷിത മേഖല തേടി അമ്മയെയും അച്ഛനെയും ക്രമേണ ഉപേക്ഷിച്ച് അമ്മയും അച്ഛനും എന്ന് പറയുന്നത് താങ്ങാനാവാത്ത ഇവരുടെ ജീവിതത്തിന്റെ സന്തോഷത്തിന് വിഘാതമായി നിൽക്കുന്ന ഒരാളാണെന്നുള്ള തിരിച്ചറിവ് അവരിൽ രൂപം കൊള്ളുകയും രൂഢമൂലമാവുകയും അതായത് വേരുറക്കുകയും ചെയ്തിട്ട് അവർ പതിയെ അമ്മയിൽ നിന്നും അച്ഛനും അകലാൻ തുടങ്ങും. അപ്പോൾ അമ്മയും അച്ഛനുള്ള ആക്ഷേപം എന്താണെങ്കിൽ തന്നെയും അച്ഛനെയും തനിച്ചാക്കി കുട്ടികൾ പറന്നുപോയി, അവരുടെ ലോകത്ത് പോയി എന്ന് വിലപിക്കേണ്ട ഘട്ടം വരും. എന്നാൽ ഇതേ കാര്യം മക്കൾ ആലോചിക്കേണ്ടത് അമ്മയെയും അച്ഛനെയും നല്ല രീതിയിൽ പരസ്പരാദരവോടുകൂടി കൊണ്ടു നടക്കുമ്പോൾ സ്വാഭാവികമായും അമ്മയ്ക്കും അച്ഛനും ഏറ്റവും നല്ല ഒരു സന്താനങ്ങളുടെ സൗഭാഗ്യമാണ് ഞങ്ങൾ നൽകുന്നുള്ള തിരിച്ചറിവും, ഞങ്ങൾ ഭാവിയിൽ അമ്മയും അച്ഛനും ആവാൻ പോകുന്നൊരു ഘട്ടത്തിൽ ഏത് രീതിയിലായിരിക്കും ഞങ്ങളുടെ വികാരങ്ങൾ എന്നുള്ളൊരു എംപത്തറ്റിക് തിങ്കിങ്, പരാനുഭൂതിയോടുകൂടിയുള്ള ചിന്ത കൂടി ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും. ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം വിനിമയമാണ്. വിനിമയം എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും നാടൻ ഭാഷയിൽ പറയാറുണ്ട്, ചക്കക്കെറിഞ്ഞ് മാങ്ങ കൊണ്ട് വീണോക്കുമ്പോൾ കുമ്പളങ്ങിയായി പോകും. അമ്മ പറയുന്നത് ഒന്നാണ്, ഉദ്ദേശിക്കുന്നത് മറ്റൊന്നാണ്, ഫലത്തിൽ വരുന്നത് നേരെ തിരിച്ചാണ്. മരുമകളോട് പറയുന്ന കാര്യങ്ങൾ മരുമകൾ അത് അവളുടെ മുറിവുകളിൽ തട്ടിയിട്ട് അതിനെ ആ രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്തിട്ട് അതിനെ അവളുടെ ഇന്റർപ്രിട്ടേഷൻ കൊടുത്തിട്ട് അതിനെ അങ്ങ് വിപുലീകരിക്കും. അമ്മ പറഞ്ഞത് നിസ്സാരമായ ഒരു കാര്യമായിരിക്കും, മകളുടെയും മകന്റെയും ക്ഷേമത്തിന് വേണ്ടിയുള്ള കാര്യമായിരിക്കും. പക്ഷെ മരുമകൾ അത് വായിച്ചത് മറ്റൊരർത്ഥത്തിലായിരിക്കും. അകൽച്ച തുടങ്ങും. അങ്ങനെ അകൽച്ച തുടങ്ങി. എനിക്കറിയാം, എനിക്ക് വളരെ രസകരമായ ഒരു അനുഭവം ഉണ്ട്. ഒരു കുട്ടി കല്യാണം കഴിച്ച് പിന്നെ വന്നിട്ട് ഇവൾക്ക് ആ ബാപ്പയോട് അല്ലെങ്കിൽ ഭർത്താവിന്റെ ബാപ്പയോട് അധികം അടുക്കാൻ കഴിയുന്നില്ല. അപ്പൊ ഇത് ഒരു കൗൺസിലിംഗ് സെഷനിൽ വന്നപ്പോൾ ഞാൻ ചോദിച്ച് വളരെ ഉള്ളിലേക്ക് എത്തിയപ്പോൾ കാര്യം മനസ്സിലാക്കി എന്താണെങ്കിൽ, അവളെ കല്യാണത്തിന്റെ മുമ്പ് കാണാൻ ചെന്നപ്പോൾ ഈ ബാപ്പ അല്ലെങ്കിൽ ഈ പിതാവ്, ഭർത്താവിന്റെ ബാപ്പ ഈ കുട്ടിയോട് ചോദിച്ചിരുന്നുള്ള എന്തായിരുന്നു ഈ ഹ്യൂമാനിറ്റീസ് എടുത്തതെന്ന്. ഈ എന്തിനാണ് നീ ഹ്യൂമാനിറ്റീസ് എടുത്തതെന്നുള്ള ഒരൊറ്റ ചോദ്യം അയാൾ അന്ന് ചോദിച്ചതിന്റെ ആ മുറിവ്, ആ വേദന ഈ കുട്ടിയിൽ ഇപ്പോഴും നീറുകയാണ്. അപ്പൊ കുട്ടിക്കൊരു തോന്നലാണ്, ഹ്യൂമാനിറ്റീസ് എടുത്ത കുട്ടികൾ ആ അർത്ഥത്തിൽ കഴിവുള്ളവരല്ലേ എന്നുള്ള തോന്നൽ പണ്ടേ ഇവർക്ക് ഉണ്ടാവുമായിരിക്കാം.
ആ ഒരു കാര്യത്തിൽ ഇവൾക്കുണ്ടായ ആ വേവലാതി ബാപ്പയോടുള്ള അകൽച്ചക്ക് കാരണമായി. പിന്നീട് ബാപ്പ പറയുന്നതിനൊക്കെ തന്നെ ഒരു ഹ്യൂമാനിറ്റീസിനെ താഴ്ത്തിക്കാണുന്നൊരു ബാപ്പയാണിതെന്നുള്ള തിരിച്ചറിവിൽ നിന്ന് അല്ലെങ്കിൽ ആ ബോധ്യത്തിൽ നിന്നാണ് കുട്ടി ഈ ബാപ്പയോട് പെരുമാറി തുടങ്ങിയത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ വളരെ ശ്രദ്ധിക്കണം. നമ്മൾ തമാശയ്ക്ക് പറയുന്ന കാര്യങ്ങൾ തമാശയായിട്ട് വായിക്കാൻ നമ്മുടെ കുട്ടി പാകപ്പെട്ടതിന് ശേഷം മാത്രമേ പുതിയ പെണ്ണിനോട് ആ രീതിയിൽ പറയാവൂ, അതുപോലെ തന്നെ പുതിയ വരനോട് ആ രീതിയിൽ പറയാവൂ. അല്ലാതെ നമ്മൾ നമ്മുടെ അതേ ശൈലിയിൽ തന്നെ പറഞ്ഞു പോകുമ്പോൾ കുട്ടികൾ പുതിയ അന്തരീക്ഷത്തിൽ നിന്ന് വരുമ്പോൾ അവർക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞെന്ന് വരില്ല. മറ്റൊരു കാര്യം, എൻ്റെ പ്രിയങ്കരനായ ഒരു സുഹൃത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇസ്മയിൽ മാഷെ, നിങ്ങൾ ഇങ്ങനെ ക്ലാസ് ഒക്കെ എടുക്കാൻ പോകുന്ന ആളല്ലേ, നിങ്ങൾ പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം 2 തട്ട് വീട് എടുക്കരുതെന്നാണ്. ഞാൻ ചോദിച്ചു, എന്താ അങ്ങനെ പറയാനുള്ള കാരണം? 2 തട്ട് വീടെടുത്താൽ എന്താ പ്രശ്നം വെച്ചാൽ പുതിയ പെണ്ണുകുട്ടികൾ വന്നു കഴിഞ്ഞാൽ, കല്യാണം കഴിഞ്ഞ് അവർ വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ മുകളിലത്തെ തട്ടിലായിരിക്കും. നമുക്ക് അവിടെ പോയിട്ട് അവരെ കൂട്ടിക്കൊണ്ട് താഴെ വരാൻ പറ്റില്ല. നമ്മൾ വിളിക്കുന്ന സമയത്ത് അവൾ ഭക്ഷണം കഴിക്കണമെന്നില്ല. സ്വാഭാവികമായി അതൊരു വലിയ പ്രശ്നമായി തീരുന്നുണ്ട്. ഇതിന്റെ കാരണം നിങ്ങൾ വളരെ ഗൗരവമായി മനസ്സിലാക്കണം. എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പുതിയ കുട്ടികൾ മൊബൈലിന്റെയും അതുപോലെ തന്നെ ചാറ്റിന്റെയും സ്നാപ്ഷോട്ടിന്റെയും ഒക്കെ തന്നെ കാലത്ത് ജീവിക്കുമ്പോൾ അതല്ല ജീവിതം എന്നുള്ളതാണ് ഇപ്പുറത്തെ ഉമ്മയും ബാപ്പയും അല്ലെങ്കിൽ വീട്ടിലെ അമ്മയും അച്ഛനും കാണിക്കുന്നത്. അമ്മയും അച്ഛനും പഴയ കാലത്തിന്റെ, പഴയ സമയത്തിന്റെ, പഴയ ആചാരങ്ങളുടെ, പഴയ സമയനിഷ്ഠയുടെ ഒക്കെ തന്നെ ആൾക്കാരായിരിക്കും. അത് തികച്ചും അംഗീകരിക്കാത്ത തരത്തിൽ നിങ്ങളുടെ മൊബൈലിന്റെയും നിങ്ങളുടെ സ്നാപ്ചാറ്റിന്റെയും നിങ്ങളുടെ റീലെടുക്കലിന്റെയും ലോകത്തേക്ക് പെട്ടെന്ന് മാറുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ക്ലാഷുകൾക്ക് കാരണമാവും. ഇങ്ങനെ സാംസ്കാരികപരമായി, വിനിമയപരമായി, ആചാരപരമായി, ഭാഷാപരമായി ഒക്കെ തന്നെ വരുന്ന ഈ വൈജാത്യങ്ങൾ സെറ്റിൽ ചെയ്തെടുക്കാനുള്ള ഒരു ടൈം, ഒരു ഇനീഷ്യൽ ത്രഷോൾഡ് എനർജി എന്ന് പറയും. ആ ത്രഷോൾഡ് എനർജി എല്ലാ വൈവാഹിക ബന്ധങ്ങളിലും ലഭ്യമാക്കാൻ മാതാപിതാക്കളും വധൂവരന്മാരും ശ്രദ്ധിച്ചാൽ പെരുകി വരുന്ന വിവാഹമോചനങ്ങൾ അവസാനിപ്പിക്കാം. പുറത്ത് ചിരിച്ച് അകത്ത് തീതു നിന്ന അവസ്ഥയും അവസാനിപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, മനസ്സൊന്ന് വിശാലമാക്കുക, കാര്യങ്ങളൊന്ന് മനസ്സിലാക്കുക. മുതിർന്നവർ ഇളയവരെയും, ഇളയവർ മുതിർന്നവരെയും തിരിച്ചറിയുക. നമ്മുടെ ജീവിതം കൂടുതൽ ധന്യമാവും. നന്ദി, നമസ്കാരം.